ഹലോ ഗായ്സ്. അപ്പം ഇതെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. ഞാൻ ആക്ച്വലി കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടണമെന്നൊക്കെ വെച്ചതാണ്, പക്ഷെ പറ്റിയില്ല. അപ്പം ഈ ഒരു വ്ലോഗ് രാവിലെ ഞാൻ 8 മണിക്ക് എഴുന്നേറ്റു. അതിനുശേഷം ചായ കുടിച്ചിട്ട് പിന്നെ എക്സസൈസ് ഉണ്ട്. അപ്പോൾ ഒരു മാക്സിമം ഒരു 15 മിനിറ്റ്സ് അത്രയൊക്കെ ഉള്ളൂ എക്സസൈസ്. അപ്പം അത് ചെയ്തു, ചൂടുവെള്ളം കുടിച്ചു, പിന്നെ പല്ലൊക്കെ തേച്ച് റെഡിയായിട്ട് വന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡെല്ലാം കഴിച്ച ശേഷം പിന്നെ എനിക്ക് തുണി ഇടാനുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ. ഇതെൻ്റെ കരാട്ടയുടെ ക്ലോത്ത്സാണ്. അപ്പം ഇത് നമുക്ക് എല്ലാ തുണികളുടെയും കൂടെ ഇടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിട്ട് കഴുകണം. അതുകൊണ്ട് അതൊക്കെ ഇട്ട് കഴുകി. അതിനുശേഷം ഞാൻ ഒരു പുഡിംഗ് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഒരു ഹെൽത്തി പുഡിംഗ്. ഞാൻ കാണുന്ന യൂട്യൂബിൽ ഒരു യൂട്യൂബറുണ്ട്. അപ്പം ആൾ ഉണ്ടാക്കിയൊരു 5 ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാക്കി. അപ്പം അതിലൊരു ഫുഡാണിത്. അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിന് ശേഷം പിന്നെ കുറച്ച് നേരം ഒരു ബുക്ക് വായിച്ചു. അപ്പം ബുക്ക് 11 റൂൾസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നൊരു ബുക്കാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ബുക്ക്. നമുക്ക് വായിച്ചിരിക്കാൻ ഇങ്ങനെ തോന്നും. കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ബുക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഇതിനകത്ത് കുറേ ഇതുണ്ട്, സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ആദ്യം സൊമാറ്റോ ഡെലിവറി ഗൈ ആൻഡ് അതാണ് വായിച്ചുകൊണ്ടിരുന്നത്. അത് ഫുള്ള് കംപ്ലീറ്റ് ആയില്ല ആ ഒരു പാർട്ട്. ഞങ്ങൾക്ക് പെട്ടെന്ന് വെളിയിൽ പോകണമായിരുന്നു, ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് വാങ്ങിക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് അധികം അതിനകത്ത് ശ്രദ്ധിക്കാനായിട്ട് കുറേ നേരം പറ്റിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ വെളിയിലൊക്കെ പോയി. പിന്നെ വൈകിട്ടത്തേക്കൊരു സ്നാക്സ് വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ അതും വാങ്ങിച്ച് പിന്നെ തിരിച്ചു വന്നു. ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പോഴാണ് പോയത്. തിരിച്ചൊരു 1 മണിയൊക്കെ ആയപ്പം വന്നു. അതിനുശേഷം ഞാൻ പിന്നെ ലഞ്ച് കഴിച്ചു. ലഞ്ചിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല, കാരണം വിശന്നാണ് വന്നത്. അങ്ങനെ പിന്നെ അതെല്ലാം കഴിച്ചു. പിന്നെ കുറേ സമയം ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വെച്ചു. ആർട്ടായിട്ടോ ക്രാഫ്റ്റായിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വെച്ചപ്പം ഞാൻ ഒരു 2 ഡേയ്സായിട്ട് ഇപ്പം ചെയ്യുന്ന ഒരു സംഭവമാണ് ഒരു മെമ്മറി ബുക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. അതായത് നമ്മളുടെ ഫാമിലി ആയിട്ടുള്ള പിക്സുകൾ കാണും, ഫ്രണ്ട്സിൻ്റെ ആയിട്ടുള്ള പിക്സ് കാണും, അങ്ങനെ കുറേ നമ്മൾ എടുത്തിട്ടുള്ള കുറേ പിക്സുകൾ കാണുമല്ലോ. അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് പ്രിൻറ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് ബുക്കിൽ വെക്കുക. എന്നിട്ട് ആ ഒരു പിക്ചറിൻ്റെ ഇപ്പോൾ നമുക്ക് പിക്സ് കാണുമ്പോൾ നമുക്ക് കുറേ മെമ്മറീസ് ഓർമ്മ വരും ആ ഒരു ദിവസത്തെ, അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ എടുത്ത സമയത്ത്. അത് ചിലപ്പം നല്ല ഹാപ്പി ആയിട്ടുള്ള മെമ്മറി ആകാം, ചിലപ്പോൾ സാഡ് ആയിട്ടുള്ളതായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് കോഡ് ഡൗൺ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് ഓരോന്നും ഇങ്ങനെ സെലക്ട് ചെയ്യുകയാണ്. അപ്പം ഈ വീഡിയോ, അതായത് ഇത് എടുക്കുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ഫുള്ള് അതായത് ഇതിൻ്റെ ഫോണിൽ നോക്കി കുറേ പിക്ചേഴ്സ് ഇത്രയും കൂടെ സെലക്ട് ചെയ്ത് വെച്ച്, കുറേ സ്റ്റിക്കേഴ്സ് ഇത്രയും കൂടെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ചപ്പം ഇതിനകത്തെല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് സെലക്ട് ചെയ്യണം ഏത് വേണം എന്നുള്ളത്. അപ്പം ഞാൻ ഒരു ഓർഡറിലാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ ആ ഒരു ഓർഡർ അനുസരിച്ച് വേണം ഇത് വെക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്യും. ഇപ്പം നമ്മൾ 10th ആണ്. 10th ഇത്രയും കൂടെ പിക്ചേഴ്സ് ഒരുമിച്ചൊരു പേജിലായിട്ട്, ദെൻ 11th 12th അങ്ങനെയായിട്ട് ചെയ്യാൻ ഉള്ളൊരു പ്ലാനിങ് ആണ്. അപ്പം നമുക്കിത് ഏത് ബുക്കിൽ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബുക്കാണ്. എനിക്ക് ഈ ഡയറി ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ കുറച്ച് 2-3 ഡയറികൾ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഒരുപാട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഡയറിയൊക്കെ വാങ്ങിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ ഡയറിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്, എന്നാൽ പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഇത് കണക്കത്തെ നമുക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട അതേപോലെ ഉപയോഗമുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെയാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പം ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ നാൾക്ക് ശേഷം നമുക്ക് എടുത്ത് നോക്കുമ്പം നമുക്ക് ഈ പിക്ചേഴ്സൊക്കെ കാണുമ്പോൾ കുറേ മെമ്മറീസൊക്കെ ഓർമ്മ വരും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഫോണിൽ നമുക്ക് കിടക്കുന്ന ഈ ഫോട്ടോസൊക്കെ പിന്നെ സ്റ്റോറേജൊക്കെ ഫുള്ളാകുമ്പോൾ നമ്മൾ എന്തായാലും ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മളുടെ കയ്യിൽ ഫോട്ടോസ് ഒന്നും കാണത്തില്ല. അപ്പം ഇങ്ങനെ ഒരെണ്ണം ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ കയ്യിൽ ആകെപ്പാടി ഇപ്പം നമ്മൾ ഈ ഒരു ഇയറിലൊക്കെ എടുത്ത ഫോട്ടോസുകൾ മാത്രമേ ഉള്ളൂ. ഇതിന് മുമ്പെടുത്ത ഒരു ഫോട്ടോസ് എൻ്റെ കയ്യിലില്ല. കാരണം നമ്മൾ ഫോണിൽ സ്റ്റോറേജൊക്കെ ഫുള്ളാകുമ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പം ഇതാണ് ഞാൻ ഇപ്പോൾ ചെയ്ത ഒരു 2 പേജസിലെ വർക്ക്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. പിന്നെ അതിന് ശേഷം സ്നാക്സ് കഴിച്ചു. ഒരു 3 മണി 3:30 ആ സമയത്താണ് കഴിച്ചത്. പിന്നെ അതിന് ശേഷം എൻ്റെ ഒരു കസിൻ്റെ ബർത്ത്ഡേ നെക്സ്റ്റ് ഡേ ആണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ തലേന്ന് ഈവനിങ് തന്നെ ഗിഫ്റ്റ് കൊടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ കൊടുത്ത് അതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്നിട്ട് മുറിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. ക്ലീൻ ചെയ്തിട്ട് പിന്നെ അനിയത്തിയെ പഠിപ്പിക്കണമായിരുന്നു. അവളെ പഠിപ്പിച്ചിട്ട് ഞാൻ പോയി പിന്നെ കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്ന് വിളക്ക് കത്തിച്ചു ഒരു 6:30 ആയപ്പം. അപ്പം അത്രയ്ക്കേ ഉള്ളൂ എൻ്റെ ഒരു ഡേ എന്ന് പറയുന്നത്. പിന്നെ രാത്രി എന്ന് പറയുന്നത് ഫോൺ കാണുക, TV കാണുക,
ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. സോ അത്രയൊക്കെ ഉള്ളൂ. സോ താങ്ക് യു.